താൽക്കാലിക VC നിയമനത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ അപ്പീലിന് പോകും. താൽക്കാലിക VC നിയമനത്തിൽ UGC ചട്ടം ബാധകമല്ലെന്ന പരാമർശത്തിൽ വ്യക്തത തേടിയാണ് സുപ്രീം കോടതിയെ സമീപിക്കുക. ഇക്കാര്യത്തിൽ വീണ്ടും നിയമ പോരാട്ടത്തിന് രാജ്ഭവൻ തയ്യാറെടുത്തു എന്നതാണ് ഇതോടുകൂടി ഉണ്ടാവുന്ന ചിത്രം. വി അരുൺ ചേരുന്നു. അരുൺ, ഹൈക്കോടതി വിധി ഗവർണർക്ക് എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയായിരുന്നു. ഇതിനെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുക എന്ന രാജ്ഭവന്റെ ഈ നീക്കം അതൊരു വലിയ നിയമ പോരാട്ടമായി തന്നെ മാറില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നിയമ പോരാട്ടമായി തന്നെ മാറും. സാധാരണഗതിയിൽ വലിയ കൃത്യമായ പരാമർശങ്ങളായിരുന്നു ഹൈക്കോടതി ഭാഗത്തുണ്ട്. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അതേപടി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അതേപടി ഡിവിഷൻ ബെഞ്ചും ശരിവെക്കുമ്പോൾ ഗവർണർ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു, സംശയമുണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി തന്നെ നിയമ പോരാട്ടത്തിനാണ് രാജ്ഭവന്റെ തീരുമാനം. അതിനാൽ രാജ്ഭവൻ ഗവർണർ ആയുധമാക്കുന്നതായി ഹൈക്കോടതി വിധിയിലെ ഒരു പരാമർശമാണ്. UGC ചട്ടങ്ങൾ താൽക്കാലിക VC നിയമനത്തിൽ ബാധകമാക്കേണ്ട എന്നൊരു പരാമർശം ആ വിധിയിലുണ്ട്. അതാണ് ഗവർണർ അതിൽ വ്യക്തത തേടിയാണ് രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കാരണം UGC ചട്ടങ്ങളും സംസ്ഥാന സർവകലാശാല നിയമങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായാൽ അവിടെ UGC ചട്ടങ്ങൾ ആണ് പ്രാധാന്യത്തോടെ കാണേണ്ടതെന്ന ചില കോടതി വിധികളുണ്ട്. നേരത്തെ പല ഹൈക്കോടതികളുടെയും വിധി അത്തരത്തിലുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവൻ ഇപ്പോൾ സുപ്രീം കോടതി സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതിലൊരു വ്യക്തത വേണം എന്നാണ് പ്രധാനമായും ആവശ്യം. അങ്ങനെ വന്നാൽ വീണ്ടും ഈ സർവകലാശാലകളിലെ ഭരണം പ്രതിസന്ധിയിലാകും. ഹൈക്കോടതി വിധി അനുസരിച്ച് ഇന്നലെ തന്നെ ഈ ഡിജിറ്റൽ അതുപോലെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി VCമാരെ പിരിച്ചുവിടേണ്ട അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ ഗവർണർ ഇതിൽ സുപ്രീം കോടതിയിൽ പോയാൽ അതൊരു സാവകാശം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്രയും നാൾ ഈ സർവകലാശാല ഭരണം സ്തംഭിക്കുമോ എന്നൊരു ആശങ്കയാണ് വീണ്ടും ഉയരുന്നത്. ഏതായാലും സർക്കാർ വളരെ വേഗം നടപടികളുമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനിച്ചത്. ഈ ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ചാലുടൻ പുതിയ പാനൽ നൽകാനാണ് സർക്കാരിന്റെ ആലോചന. അതായത് 2 സർവകലാശാലകളിലേക്കും 3 പേർ വീതമുള്ള പാനൽ നൽകാൻ സർക്കാർ ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതി സമീപിച്ചാൽ എന്താകും സർക്കാരിന്റെ തുറന്നീക്കം എന്നതും നിർണായകമാണ്. ഏതായാലും വലിയൊരു നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ഇതിലൂടെ അരങ്ങൊരുങ്ങുന്നത്. സജിത്ത്, ഈ സർക്കാരിന്റെ നീക്കം കൂടി മുന്നിൽ കണ്ട് വേണം രാജ്ഭവൻ നീങ്ങുന്നതെന്നാണല്ലോ വ്യക്തം. അരുൺ, ഒരുപക്ഷെ ഈ സർവകലാശാലകളുടെ പൊതുവായ ഭരണ പ്രതിസന്ധിയിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഒരു സമവായം ഉണ്ടായി മുന്നോട്ട് പോകുമെന്ന സൂചന ഹൈക്കോടതി വിധിയോടെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇനി നിയമ പോരാട്ടം തന്നെയാണ് തന്റെ വഴി എന്നുകൂടിയല്ലേ ഇതിലൂടെ ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നീക്കം? തീർച്ചയായിട്ടും ഗവർണർക്ക് രാജ്ഭവനെ കിട്ടിയ വലിയൊരു തിരിച്ചടിയായി തന്നെ ഇന്നത്തെ ഹൈക്കോടതി വിധി കാണണം. അത് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോൾ എടുത്ത ഒരു തീരുമാനമാണെങ്കിൽ പോലും സ്വാഭാവികം അത് തുടർച്ചയാണ്. രാജേന്ദ്ര വിഷ്ണു വർലേക്കറും അത് നയങ്ങളിലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. കൃത്യമായി തന്നെ സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് അന്ന് താൽക്കാലിക VC നിയമനം ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. ഈ 2 സർവകലാശാലകളുടെയും സ്റ്റാറ്റ്യൂട്ടിൽ വളരെ വ്യക്തമായി തന്നെ സർക്കാരുമായി ആലോചിച്ച് വേണം താൽക്കാലിക VCമാരുടെ നിയമനം നടത്തേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടാണ് അന്ന് സർക്കാരുമായിട്ടുള്ള പോരിന്റെ ഭാഗമായി ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിൽ സിസ തോമസിനെയും അതുപോലെ ശിവപ്രസാദിനെയും 2 സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരെ നിയമിച്ചത്. വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ടായെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ കൂടി ഭാഗമായാണ് ഗവർണറുടെ അന്നത്തെ നടപടി. അതുകൊണ്ട് അദ്ദേഹം പിന്നോട്ട് പോയില്ല. ഇപ്പോൾ വീണ്ടും സമാനമായി തന്നെയാണ് രാജേന്ദ്ര വർലേക്കറും ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതി ഈ മുൻ തീരുമാനം എടുത്തു കളഞ്ഞെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഭാഗ്യപരീക്ഷണം കൂടി നടത്തുകയാണ്, നിയമപരീക്ഷണം കൂടി നടത്തുകയാണ് ഗവർണർ ചെയ്യാൻ പോകുന്നത്. അവിടെയും ഗവർണർക്ക് ആയുധമായി ഗവർണർ ഉപയോഗിക്കുന്നത് UGC ചട്ടങ്ങളും സംസ്ഥാന സർവകലാശാലകളുടെ നിയമങ്ങളും തമ്മിൽ ഒരു വൈരുദ്ധ്യം വന്നാൽ അവിടെ UGC ചട്ടങ്ങൾ തന്നെയാകും പ്രാമുഖ്യം നൽകേണ്ടതെന്ന മുൻ കോടതി വിധികൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാകും ഗവർണർ ഇതിൽ വ്യക്തത തേടി സുപ്രീം കോടതി സമീപിക്കാൻ പോകുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി മടങ്ങിയെത്തിയിട്ടുണ്ടല്ലോ. ഇതൊരു ഭരണ പ്രതിസന്ധി സർവകലാശാലകളിൽ ഉണ്ടാകുമ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ PG കോഴ്സുകളുടെ അഡ്മിഷനെയൊക്കെ പൊതുവിൽ ബാധിച്ച സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ കൂടി ഇതിൽ പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തലത്തിലുള്ള ഒരു ഇടപെടൽ ഇതിലുണ്ടായി ഒരു തരത്തിൽ ഉന്നതതല ആശയവിനിമയത്തിലൂടെ ഈ പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം അതിനുള്ള സാധ്യതയുണ്ടോ?
അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടറി വിശദമായ വിഷയം ചർച്ച ചെയ്തിരുന്നു. സർവകലാശാലകളിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമോ, ജനങ്ങളുടെ വലിയൊരു അപ്രീതിക്കെതിരെയാക്കുമോ എന്നൊരു ആശങ്ക സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാനത്തിന് നേതാക്കൾ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ CPM സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ പ്രതിസന്ധി തുടർന്നു പോകുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കും. അതുവഴി കുടുംബങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ സർക്കാരിനെതിരെ മാറുമെന്ന ആശങ്ക കൂടി സർക്കാരിനുണ്ട്. രാജ്ഭവനും ഗവർണർക്ക് വന്ന് സ്വാഭാവികമായും രാഷ്ട്രീയമായ അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ട സാഹചര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരം വിഷയങ്ങൾ അവരെ ബാധിക്കുന്നതല്ല, പക്ഷെ സർക്കാരെ നേരിട്ട് ബാധിക്കാവുന്ന വിഷയമാണ്. അതുകൊണ്ട് അവിടെ ഒരു സമവായത്തിന്റെ പാത കൂടി തുറന്നിട്ടോ എന്ന ചർച്ചയൊക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വന്ന ശേഷം അതിൽ കൂടുതൽ ചർച്ചകൾക്കും ആലോചനകൾക്കും സാധ്യതയുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. സ്വാഭാവികമായി അദ്ദേഹം വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കേരള സർവകലാശാല അടക്കം വലിയ ഭരണ പ്രതിസന്ധിയാണ്. സൂചിപ്പിച്ച പോലെ സർട്ടിഫിക്കറ്റുകൾ വിജയിച്ച ബിരുദാനന്തര കോഴ്സുകൾ പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പോലും മുടങ്ങിയിരിക്കുന്നു. VC ആണ് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടേണ്ടത്. പക്ഷേ VC അതിനെ സർവകലാശാലയിൽ പോലും എത്താത്തൊരു സാഹചര്യമുണ്ട്. VC ഈ മാസം ഇന്ന് 15-ാം തീയതിയാകുന്നു. ഇതുവരെ ഈ മാസം അദ്ദേഹം സർവകലാശാല എത്തിയിട്ടില്ല. ഈ സർവകലാശാല പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് എത്താൻ കഴിയില്ല നിലപാട് ഇന്നലെ ഗവർണറെ കണ്ടും VC മോഹൻ കുന്നുമൽ അറിയിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ സർവകലാശാലയുടെ ഭരണം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കേരള സർവകലാശാലയുടെ മാത്രം വിഷയമല്ല ഇത്. സംസ്ഥാനത്ത് ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്, അത് മോഹൻ കുന്നുമലാണ്. മറ്റു സർവകലാശാലകളെല്ലാം താൽക്കാലിക VC-മാരുടെ ഭരണമാണ്. ഇതും ഇതിന് ഹൈക്കോടതി വിധിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. താൽക്കാലിക VC-മാർ എന്നത് സർവകലാശാലകൾക്ക് സ്ഥിരം സംവിധാനമല്ല. അത് സർവകലാശാലയുടെ പ്രവർത്തനത്തിന് വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് ഗുണം ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ സ്ഥിരം VC-മാർ എത്രയും വേഗം വേണം. പരമാവധി 6 മാസമാണ് താൽക്കാലിക VC-മാർക്ക് പ്രവർത്തന കാലയളവ് പാടുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ പുതിയ VC-മാർ തീരുമാനിക്കേണ്ടതുണ്ട്. അതും വൈകാതെ ആ നടപടികളിലേക്കും സർക്കാർ കടന്നേക്കും. അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ ഗവർണറുടെ നീക്കം സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടമാണ്. താൽക്കാലിക VC നിയമനത്തിൽ UGC ചട്ടങ്ങൾ ബാധകമല്ലെന്ന പരാമർശത്തിൽ വ്യക്തത തേടാൻ ഗവർണർ ശ്രമിക്കുമ്പോൾ അതിലൂടെ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയിൽ ഒരു പുനഃപരിശോധന, അത് മാറ്റം, അതുതന്നെയാണ് ഗവർണറുടെ ലക്ഷ്യം. ഇതൊരു വലിയ നിയമ പോരാട്ടവും പ്രതിസന്ധിയായി മാറുമ്പോൾ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസത്തെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. സംസ്ഥാനത്തെ 13 സർവകലാശാലകളിൽ ഇപ്പോഴും താൽക്കാലിക VC-മാരാണ് ഉള്ളത് എന്ന ഗുരുതരമായ സാഹചര്യമുണ്ട്. എന്തായാലും ഇതിൽ ഉന്നതതല ഇടപെടലുകൾ ഉണ്ടാകുമോ, പരിഹാരമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്.